ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്നുള്ളത് വയനാടുള്ള അച്ഛൻ്റെ അമ്മൻ്റെ വീട്ടിലാട്ടോ. നിങ്ങളിൽ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അച്ഛൻ്റെ അമ്മൻ്റെ വീട്ടിലുള്ള ദിവസം ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. സോ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആണ് ഇതാ എടുത്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് അച്ഛനും അമ്മയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മേ ഒരു ഹായ് അറിഞ്ഞേ. ഹായ് അച്ഛൻ ഹായ് അറിഞ്ഞേ. അച്ഛൻ നിങ്ങളെല്ലാവരും കമൻസ് കാണാറുണ്ട്, അമ്മയാണെങ്കിലും അല്ലേ അച്ഛന് ഭയങ്കര ഇഷ്ടാട്ടോ. അച്ഛൻ ഇങ്ങനെ ഒരു പറയലുണ്ട്, വീഡിയോസ് കണ്ടിട്ട് നല്ല രസമുണ്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട്. ഞാൻ എല്ലാ സൺഡേയ്സും രാവിലെ ആയിട്ടോ അച്ഛൻ്റെ അമ്മൻ്റെ വീട്ടിലേക്ക് പോകാറ് വയനാടല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാനുണ്ട്. കാരണം നല്ല മഴയാണല്ലോ. മഴ ആയ സ്ഥിതിക്ക് അമ്മ എപ്പോഴും ഒറ്റയ്ക്ക് വേണം പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇതാ ഈ ഒരു കുഞ്ഞു കുട്ടനെ അവിടെ കണ്ടേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു ബണ്ണ് മേടിച്ച് കൊടുത്തായിരുന്നേ. അതിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്, ഒരു ദയനീയമായ നോട്ടം എന്ന് പറയില്ല അങ്ങനെ. അപ്പോൾ അതിനകത്ത് കൊടുത്ത് നേരെ ഞാൻ അച്ഛൻ്റെ അമ്മൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടോ. ഇത് അച്ഛൻ്റെ അമ്മൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കടയായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു കവർ കൊടുത്ത സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നേ. അമ്മ ചോദിക്കാൻ എൻ്റെ അടുത്ത് എന്തിനാ ഇത്രയും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചേ, ഇങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ല, നീ എപ്പോഴും വരുമ്പോൾ കൊണ്ടുവരുന്നതല്ലേ, എന്തിനാ ഇത്ര മേടിച്ചേ പറഞ്ഞിട്ട് ഇങ്ങനെ കവർ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛന് ബിരിയാണി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ കുഞ്ഞ് അടുക്കള കേട്ടോ. ഈ അടുക്കളയിൽ അമ്മ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ശൂന്യത കേട്ടോ ഫീൽ ചെയ്യുക. എനിക്കാണെങ്കിൽ ഈ ഒരു കുഞ്ഞ് അടുക്കള ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കാര്യം നല്ല തണുപ്പുള്ള ഏരിയ ആട്ടോ. അമ്മേൻ്റെ അച്ഛൻ്റെ വീടുള്ള ആ ഒരു ഭാഗം തറയൊന്നും തേക്കാത്തതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കാലുമ്പോൾ കൂടെ ഇങ്ങനെ കയറും. എപ്പോഴും അവിടെ തണുപ്പാണ്, ചൂടെന്ന് പറഞ്ഞ സാധനമാണ് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന റൂം കേട്ടോ. ഓരോ ബെഡ്റൂം, പിന്നെ അത് ബെഡ്റൂമിൻ്റെ ഉള്ളിലത്തെ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് കൈ തരില്ല എന്ന് പറഞ്ഞ് കടപ്പ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൈ താന്ന് പറഞ്ഞ് കൈ ഷെയ്ക്കാൻ്റെയൊക്കെ മേടിച്ചാട്ടോ. പിന്നെ ഇന്ന് ഫുഡിനുണ്ടായിരുന്നത് പരിപ്പ് കറി തന്നെ കേട്ടോ ആസ് യൂഷ്വൽ. പിന്നെ അമ്മേൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചക്കക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഇത് അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പണികളിൽ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇന്ന് ബിരിയാണി കൂടാണ്ട് മീൽസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീടും പിന്നെ അച്ഛനും അമ്മയും ഞാനും നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ അച്ഛനും അമ്മനെയും കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഞാനുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വരുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് അത്രയും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും അമ്മയും നേരെ കിണറിൻ്റെ പക്കത്തേക്ക് പോയതാട്ടോ. അവിടെ ജസ്റ്റ് അമ്മയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അമ്മ പോയിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകാറ്. പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ടാണ് കിണറിൻ്റെ പക്കത്ത് നിന്ന് കഴുകുന്നത് കേട്ടോ. അമ്മേനോട് എത്ര പറഞ്ഞാലും അമ്മ കേൾക്കൂല, പോയത് പറഞ്ഞു. പക്ഷെ അമ്മ പോവും. കാരണം അമ്മ കുട്ടിക്കാലം തൊട്ടേയുള്ള ശീലാട്ടോ, അത് മാറുകയില്ല. പിന്നെ ഇവിടെ പൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ കിണറിന് മുക്കി വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മേടിച്ച മീൽസ് ഇല്ല, അതിലുള്ള സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും അമ്മയും കൂടി മീൽസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ട് കുറേ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് അമ്മ ഉണ്ടാക്കിയ ചക്കക്കറി ഇല്ല, അതും ഞാൻ കൂട്ടി കഴിച്ചായിരുന്നു. കാരണം അമ്മ ഉണ്ടാക്കുന്ന ചക്കക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 വർഷം മുന്നേ ഞാൻ ആദ്യമായിട്ട് വയനാട് വരുമ്പോഴാണ് അച്ഛനെയും അമ്മനെയും പരിചയപ്പെടുന്നത് കേട്ടോ. ഇവർ പായസം വെക്കുമ്പം അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്ക് എന്താ പറയുക, അത്രയും ഒരു തീരാത്തൊരു സ്നേഹം ആ ഒരു ഇഷ്ടമൊക്കെ എനിക്ക് ഇവരുടെ അടുത്തുള്ള കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് എൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എപ്പോഴും ഇവർ നോക്കുന്ന ഡോഗ്സും കാറ്റും ഉണ്ട്. ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കുക. അച്ഛൻ എപ്പോഴും പറയും നമ്മൾ ഓർക്ക് കൊടുക്കാണ്ട് ഒരിക്കലും ഫുഡ് കഴിക്കരുതെന്ന്. ഓർക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യം മിണ്ടാപ്രാണികളല്ലേ, ഓർക്ക് വേണ്ട ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയും അച്ഛനും ഞാനും ഒക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി ഞാനുണ്ടല്ലോ നേരെ മുകളിലുള്ള കാട് കയറിയിട്ടൊരു വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ജൂൺ ആൻറ്റി ഉണ്ട്. ജൂൺ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ കുറേ കഷ്ടപ്പാട് കൂടെ അവിടെ കഴിഞ്ഞു പോകുന്നത്. ഈ ഒരു വലിയ കാട് കയറിയിട്ട് വേണമെങ്കിൽ ജൂൺ ആൻറ്റീൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ജൂൺ ആൻറ്റിക്കും ഇപ്പോൾ അച്ഛനും അമ്മനെയും പോലെ തന്നെ 73 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആൻറ്റീൻ്റെ ഒരു മോനും കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഓര് നോക്കുന്ന 33 ഡോഗ്സ് ഉണ്ട് അവിടെ. പിന്നെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ക്യാറ്റ് ഉണ്ട്, മുയലുണ്ട്, എല്ലാത്തിനും ഒരു റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ. ഈ ഒരു അമ്മേനെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയുക, നമ്മൾ മാലാക എന്നൊക്കെ പറയില്ല, ആ ഒരു മാലാക കേട്ടോ ഇത്. കാരണം സ്വന്തം ജീവിതം മാറ്റി വെച്ചിട്ടാണ് ഇവർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നത് ഒരു കാടിൻ്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ ഈ ഒരു കാര്യം? ഇല്ലല്ലോ.
അതാണ് ദൈവം പറഞ്ഞയക്കുന്ന മാലാഖ എന്ന് പറയില്ല, അതിലൊരാളാണ് ഈ ഒരു ജൂൺ ആൻറ്റിക്ക് ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ വരുമ്പോൾ ഉണ്ടാവുന്ന കാഴ്ചകൾ കേട്ടോ. അച്ഛനും അമ്മയും അതുപോലെ തന്നെ ജൂൺ ആൻറ്റിയും, ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ഹാപ്പിനെസ്. മഴ ആയതുകൊണ്ട് ജൂൺ ആൻറ്റീൻ്റെ അടുത്ത് ഞാൻ വന്നിട്ട് 2-3 ആഴ്ച ആയിട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ജൂൺ ആൻറ്റീൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ജൂൺ ആൻറ്റി എൻ്റെ അടുത്ത് സങ്കടം പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ കാണാൻ വേണ്ടി വന്നില്ലല്ലോ എന്ന്. കാരണം കാട് കയറിയിട്ട് വേണമല്ലോ വരാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടിടയ്ക്ക് എത്താൻ പറ്റാഞ്ഞ്. പിന്നെ ഞാനിതാ തിരിച്ച് കാട് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ, നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തിരിച്ച് അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്ത് എത്തിയിട്ടുണ്ടേ. എന്തൊക്കെ വന്നാലും എൻ്റെ മരണം വരെ ഞാൻ ഇവരെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഉള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറഞ്ഞിട്ടുണ്ടേ.